ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ മത്സരമായിട്ടുള്ള പഞ്ചാബ് വേഴ്സസ് മുംബൈ മത്സരത്തിൽ നമ്മൾ ഇന്നത്തെ പിച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആരെ ഡ്രീം ലെവലിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ആരൊക്കെ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വിക്കറ്റ് കീപ്പറായിട്ട് ആരെ സെലക്ട് ചെയ്യുന്നില്ല. ബാറ്റ്സ്മാനായിട്ട് ഇന്ന് രോഹിത് ശർമ്മയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ ചാൻസസ് ഉള്ളൊരു പിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാച്ചിൽ സെഞ്ചുറി അടിച്ച താരമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ മത്സരങ്ങളിലും ഡ്രീം ടീമിൽ വന്നിട്ടുള്ള ഒരു താരമാണ്. പവർ പ്ലേയിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ രോഹിത് ശർമ്മയെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഓൾറൗണ്ടേഴ്സിലേക്ക് വരുമ്പോൾ ഹർദിക് പാണ്ഡ്യ ആയാലും സാം കർൺ ആയാലും ലയൺ ലിവിങ്സ്റ്റൺ ആയാലും, ഹർദിക് പാണ്ഡ്യയും സാം കർണും അത്യാവശ്യം മീഡിയം പേസ് എറിയുന്ന താരങ്ങളാണ്. ഇവർക്ക് ഇന്ന് അനുകൂലമായിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ ലയൺ ലിവിങ്സ്റ്റൺ ആയാലും ബാറ്റിംഗ് ശൈലിക്ക് പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പിച്ചാണ്. നമുക്കറിയാം, ലയൺ ലിവിങ്സ്റ്റൺ കുറച്ച് മത്സരങ്ങൾ കളിച്ചിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണിത്. കഴിഞ്ഞ മത്സരത്തിൽ ഇതേ പിച്ച് കളിച്ചപ്പോൾ അത്യാവശ്യം നല്ല സ്കോറിങ് പുള്ളിക്ക് ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും പുള്ളി എത്ര മികച്ച ഫോമിലല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് കാൽക്കുലേഷനിൽ എല്ലാ ഡ്രീം ടീമിലും വരുന്ന താരമാണ്. സാം കറൻ ആയാലും അതുപോലെ തന്നെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന താരമായതുകൊണ്ടും അദ്ദേഹം അത്യാവശ്യം എല്ലാ കളികളിലും ഡ്രീം ടീമിൽ ചാൻസസ് ഉള്ളതാണ്. അത് മാത്രമല്ല, പുള്ളിയുടെ ഹോം ഗ്രൗണ്ട് കൂടിയാണ്. അപ്പോൾ പുള്ളി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു പ്ലെയർ ആണെന്ന്. ഇനി ബോളിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ ഹർഷദീപ് സിംഗിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഹർഷദീപിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പിച്ച് കണ്ടീഷനാണ്. അപ്പോൾ പുള്ളിയുടെ ഹോം ഗ്രൗണ്ട് കൂടിയാണ്. അതുപോലെ തന്നെ കോട്സേക്ക് ഇന്ന് പറ്റിയൊരു റൈറ്റ് ആം ഫാസ്റ്റ് ബോളർ, പുള്ളിക്കും പറ്റിയൊരു പിച്ചാണിന്ന്. അതേപോലെ തന്നെ നമ്മുടെ ആകാശ് മന്തുവാളിനും അത്യാവശ്യം അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഇന്ന് ഡ്രീം ടീമിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് ഇവരായിരിക്കും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉള്ളത്. ഇതൊരു പ്രഡിക്ഷൻ ആണ്. ഇന്നത്തെ കണ്ടീഷൻ ഇവർക്ക് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇവർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇനി ഇവരെ കൂടാതെ തന്നെ നമുക്കിത് നമ്മുടെ കസിക്കോ റബാഡ, മികച്ച ഫോമിലൂടെ കടന്നു പോകുന്ന ഒരു ബോളറാണ് കസിക്കോ റബാഡ, എന്നെ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ എക്കോണമി വൈസ് ആയാലും നമുക്ക് പോയിന്റ് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരമാണ് ജസ്പ്രീത് ബുംറ. അതേപോലെ തന്നെ ഇനി ദേശീയപ്ലെയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താൻ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അദ്ദേഹത്തിന് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് നല്ല ഫോമിലാണ് കടന്നു പോകുന്നത്. അതേപോലെ തന്നെ തിലക് വർമ്മ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇനി ഇഷാൻ കിഷൻ അത്യാവശ്യം നന്നായിട്ട് ഫോമിലുള്ള താരമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശശാന്ത് സിംഗിനെയും അതേപോലെ തന്നെ അശുതോഷിനെയും നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡ്രീം ടീം നമ്മുടെ സ്പോർട്സ് ഇൻഫ്ലക്സിൽ ടോസിന് ശേഷം ഒരു 7:20 ആകുമ്പോഴേക്കും സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.